നമ്മളിവിടെ ഈ ഡീലിമിറ്റേഷന് വേണ്ടി വാദിക്കുന്ന ആളുകൾ വാദിക്കുന്ന ഒരു പ്രത്യേകതരം പോയിൻ്റ് ഉണ്ട്. അതായത് ജനങ്ങളുടെ ശബ്ദം, ജനങ്ങൾക്കുള്ള അവകാശം, ജനങ്ങൾക്കുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അതിനൊക്കെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു സ്ട്രക്ചർ എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റിനെ നോക്കുമ്പോൾ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുറത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. ഒരു സ്റ്റേറ്റിനെ പറ്റി നോക്കുമ്പോൾ ഭരണം എങ്ങനെയാണ് നടത്താൻ പറ്റുന്നത്, ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്താൻ പറ്റുന്നതെന്നും ആ അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഓരോ പൗരനും കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു എഫിഷ്യൻസിയെ പറ്റി വിലയിരുത്തുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയെ പറ്റി കഴിഞ്ഞ ഒരു 20 വർഷമൊന്നോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യൻ ഫെഡറേഷന് അല്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന വ്യത്യാസം കഴിഞ്ഞ ഒരു 15-20 വർഷത്തിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ GST ആണ്. അപ്പോൾ ഭരണഘടന കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ച് കുറേ പ്രതിനിധികളാണ് ഇവിടെയുള്ള ഭരണനിർവഹണം നടത്തുന്നത്. ഓക്കെ, ഭരണനിർവഹണം നടത്തുന്നതിന് അവർക്ക് ഒരു കാര്യത്തിൽ മാത്രം തീരുമാനമെടുക്കാനുള്ള അവരുടെ അധികാരം കഴിഞ്ഞ 15 വർഷത്തിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ടാക്സേഷൻ പവർ, നികുതി തീരുമാനിക്കാനുള്ള പവർ. ഇപ്പോൾ ഇന്ത്യയിൽ 3 തരത്തിലുള്ള നികുതികളാണ് പ്രധാനമായിട്ടുള്ളത്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമ്മൾ പറയുന്ന ക്രയവിക്രയങ്ങളിലുള്ള ടാക്സ്, GST അടക്കമുള്ള ടാക്സ്. അതിൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഭരണഘടന തുടങ്ങിയ കാലം മുതൽ തന്നെ പിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ആ 2 ടാക്സും. അതിൻ്റെ നിരക്കുകൾ നിശ്ചയിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് ആണ്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് സ്റ്റേറ്റുകളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇതിനെയാണ് GST എന്ന് പറഞ്ഞ ഒരു മാർഗം കൊണ്ടുവന്ന് ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. GSTയുടെ വളർച്ച ഓരോ ക്വാർട്ടറായിട്ട് GSTയുടെ വളർച്ച കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പല വിധത്തിലുള്ള കയ്യടികൾ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻഫ്ലേഷനോട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. GST വളർച്ച എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. ഇത് കൺസംഷൻ്റെ പുറത്തൂടെ ടൈഡപ്പാണ്. അതായത് ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST കൂടുതൽ കിട്ടും. ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ GST കുറയും. അപ്പോൾ കൺസംഷൻ കൂടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ഒരു സ്റ്റെപ്പ് മടങ്ങി വന്നാൽ, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊന്നും തന്നെ ടാക്സേഷൻ പവർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് GST കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവരുടെ ശബ്ദം കേൾപ്പിക്കാനായിട്ട് GST കൗൺസിലുണ്ട്. പക്ഷേ ആ കൗൺസിലിൻ്റെ നിയമങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അതിനകത്ത്, പിന്നെ ബാക്കി കുറേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിൽ ഒരു സമവായത്തിലെത്തിയാൽ മാത്രമേ നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഒരു സെൻട്രൽ ഗവൺമെൻറ് തീരുമാനം എടുക്കുന്ന പോലെ തന്നെ ആവും. കാരണം ആർക്കാണോ മെജോറിറ്റി ഉള്ളത് അവർക്കേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കയ്യിൽ നിന്നും ഈ ഒരു സംഗതി അങ്ങ് പോയിരിക്കുകയാണ്. സ്റ്റേറ്റുകൾക്ക് ചിലവാക്കാനുള്ള പണം പോയിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെസ്സുകളുടെ ബാഹുല്യമാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് ചെയ്ത സെസ്സുകളുടെ ബാഹുല്യമാണ്. ടാക്സായി പിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിന് യൂണിയൻ സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാമെന്നിരിക്കെ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ സെസ്സുകൾ ഉണ്ടാക്കിയ ശേഷം പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് ആ പദ്ധതിയുടെ ഗ്രാമറിനുള്ളിൽ നിൽക്കുന്നതിന് മാത്രമായിട്ട് പണം കൊടുക്കുന്നതാണ്. ഇതാണ് PM ശ്രീ പദ്ധതിയൊക്കെ, ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യണം. അപ്പോൾ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുകയും കൂടെയാണ് സെൻട്രൽ ഗവൺമെൻറ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ടാക്സേഷൻ പവർ ഇല്ല, അതെടുത്ത് കളഞ്ഞു. എന്തെങ്കിലും വെൽഫെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്യണം. അതായത് പണം പിരിക്കാനുള്ള അധികാരം കുറച്ച് കൊണ്ടുവന്ന ശേഷം വെൽഫെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുകയും വേണം. അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ഇടുകയാണ്. കണ്ടീഷൻ സപ്ലൈയും കൂടെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്നത്തെ ഇന്ത്യൻ ഫെഡറേഷൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ചീഫ് മിനിസ്റ്റർമാരും ഒന്നൊഴിയാതെ എല്ലാ ചീഫ് മിനിസ്റ്റർമാരും വ്യക്തമായിട്ട് അവർക്ക് ടാക്സിന് എതിരെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് നിന്ന് കിട്ടേണ്ട പണം ഇത്രയും, നമ്മളിവിടുന്ന് കളക്ട് ചെയ്ത് കൊടുക്കുന്ന പണം ഇത്രയും, അതിനുള്ള ഗുണം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും വോക്കലായി പറയുന്നത്, കാരണം അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത്. തമിഴ്നാടും കർണാടകവും തെലുങ്കാനയും കേരളവും ആന്ധ്ര ഇപ്പോൾ തൽക്കാലം കുറച്ചു കാലം മിണ്ടാതിരിക്കുകയാണ്. കാരണം ചന്ദ്രബാബു നായിഡു
NDAയുടെ ഭാഗമായതുകൊണ്ട് മാത്രം കുറച്ചും ഉണ്ടായിരിക്കുകയാണ്. പ്ലസ് ആന്ധ്രയ്ക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇങ്ങോട്ട് ഇപ്പോൾ കൂടുതൽ കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സംസ്ഥാനം വിഭജിക്കുന്നതിനിടയ്ക്ക് വെച്ചുള്ള കുറച്ച് ഫണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എന്തായാലും വലിയ താമസമില്ല ചന്ദ്രബാബു നായിഡു അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യ മിക്കവാറും സംസ്ഥാനങ്ങൾ വളരുന്നത് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP ഒരുപാട് മുകളിലാണ് വളരുന്നത്. അതേസമയം നോർത്ത് ഇന്ത്യ വളരുന്നത് ഒരുപാട് താഴെയാണ്. അപ്പോൾ നമ്മളൊരു രാജ്യം എന്ന നിലയിൽ തീർച്ചയായിട്ടും പ്ലാനിംഗ് കമ്മീഷൻ്റെ തീരുമാനം അനുസരിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ അവർക്ക് കൊടുക്കണം. അതിനെയാണല്ലോ നമ്മളൊരു രാജ്യം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കിയിട്ടല്ല രാജ്യം എന്ന് വിളിക്കുന്നത് വെച്ചാൽ മറ്റൊരു മനുഷ്യനാണ്, നമ്മുടെ സഹജീവിയാണ്. അതാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ടാക്സ് കൊടുക്കാൻ റെഡിയാണെന്നുള്ളതാണ്. അതാണ് പ്രധാന കാര്യം. അത് ഓക്കെ, അതിന് കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമുള്ള എവിടെയാണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാടിൻ്റെ മിനിസ്റ്ററായ PTR പറഞ്ഞാണ്. കുഴപ്പമുള്ള എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ പണം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് UPയിലേക്ക്, എന്നിട്ട് അതിൻ്റെ വളർച്ചയൊന്നും അവിടെ കാണുന്നില്ലല്ലോ. അവിടെ ചെന്ന് നിങ്ങൾ ഈ മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമുള്ളത്? ഇതാണ് സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന ആളുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിലുള്ള യൂണിയൻ ഗവൺമെൻറ്റുകളോട് ചോദിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ഈ പ്രക്രിയ വരുന്നത്. അപ്പോൾ ഡീലിമിറ്റേഷൻ പ്രക്രിയയ്ക്ക് പലവിധ ഫോർമുലകൾ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ അവസാനമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർമുല എല്ലാം ഡബിളാക്കുമെന്നും 50% കൂട്ടുമെന്നും എന്തോ ആണ്. എനിക്ക് തോന്നുന്നു 20 സീറ്റുള്ള കേരളം 30 സീറ്റാവുമെന്നും 80 സീറ്റുള്ള UP 120 സീറ്റാവുമെന്നും അങ്ങനെയുള്ള 39 സീറ്റുള്ള തമിഴ്നാട് എനിക്ക് തോന്നുന്നു 60 സീറ്റല്ല 55 സീറ്റ് എങ്ങാണ്ടാവുന്നതാണ്. എന്തോ ആ കണക്ക് ഞാൻ മറന്നു. എന്തായാലും 50% കൂട്ടുമെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ അതിനകത്ത് 2 സീരിയസ് ആയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്ന കണക്കനുസരിച്ച് 800 ചില്ലുവാനം ആളുകളാണ് പാർലമെൻറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. ഈ 800 ചില്ലുവാനം ആളുകളിലൂടെ കൂടുതൽ റെപ്രസെൻറ്റേഷൻ വരുമെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അടിസ്ഥാനപരമായ ഒരു യുക്തിപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ തർക്കിക്കാൻ ഇപ്പോൾ തന്നെ ആളുകൾക്ക് സംസാരിക്കാൻ ആവശ്യത്തിന് സമയമില്ല പാർലമെൻറ്റിൽ. നേരെ ഡബിൾ നമ്പർ ആയി കഴിഞ്ഞാൽ ഉടനെ പാർലമെൻറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് എന്ത് യുക്തിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് സെഷനുകൾ നീട്ടേണ്ടി വരും. കഴിഞ്ഞ 10 വർഷമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിയമം പാസ്സാക്കാൻ എടുക്കുന്ന സമയം കുറഞ്ഞാണ് വരുന്നത്. കാരണം തീരെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒരു നറേറ്റീവ് പുറത്തുണ്ടാക്കുകയും പാർലമെൻറ്റിനുള്ളിൽ യാതൊരു ചർച്ച അതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാതെ പെട്ടെന്ന് പാസ്സാക്കി വിടുകയാണ് ചെയ്യുന്നത്. കാരണം പുറത്തുണ്ടാക്കുന്ന നറേറ്റീവ് സോഷ്യൽ മീഡിയയുടെ ആയുസേ ഉള്ളൂ, പാർലമെൻറ്റിനകത്തുള്ള രേഖകളാണ്. അപ്പോൾ ആ രേഖകൾ പറയാതെ പുറത്തുള്ള നറേറ്റീവ് വെച്ച് ഓടിക്കുക എന്നുള്ളൊരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ആവുന്നതെന്ന് എനിക്ക് അതിന് യുക്തിപരമായി അതിന് സീരിയസ് ആയൊരു പ്രശ്നമുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രലി ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മൾ ഈ കൗ ബെൽറ്റ് എന്ന് പറയുന്ന ബീമാരു സ്റ്റേറ്റുകളുണ്ടല്ലോ, അതായത് ഇപ്പുറത്തു നിന്ന് തുടങ്ങിയാൽ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഇപ്പുറത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഇവിടെ രാജസ്ഥാൻ, പിന്നെ ഝാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, പിന്നെ ബംഗാളിൻ്റെ ഭാഗങ്ങളും, പിന്നെ മുകളിലിരിക്കുന്ന ഹിമാചൽ പ്രദേശോ ഹരിയാനയൊക്കെ വന്നാലായി എന്നുള്ള രീതിയിലുള്ള ഇത്രയും സ്റ്റേറ്റുകൾ മാത്രം ഉണ്ടെങ്കിൽ ഒരു മെജോറിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഘടനയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്രമാത്രം സ്റ്റേറ്റുകളുടെ പുറത്ത് രാഷ്ട്രീയ പ്രാതിനിധ്യമോ രാഷ്ട്രീയ വിജയമോ കൈവരിക്കുന്ന ഒരു പാർട്ടിക്കോ ഒരു മുന്നണിക്കോ ബാക്കി മുഴുവനും ഇന്ത്യയെ ഒരു സുൽത്താൻ ഭരിക്കുന്ന പോലെ ഭരിക്കാനുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ടാക്സേഷൻ പവർ എടുത്തു കളയുകയാണ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അതിന് കൊടുക്കുന്ന പണത്തിൻ്റെ പുറത്ത് കുറേ കണ്ടീഷൻസ് അപ്ലൈ ഇടുകയാണ്. അതായത് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ തിരുവിതാംകൂർ രാജാവ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴൊക്കെ വലിയ സംഭവമാണ് തിരുവിതാംകൂർ രാജാവ്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ വെച്ച് യെസ് സർ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ആ ഒരു ടൈപ്പാണ്. അതായത് അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയും അവരുടെ രാജ്യത്തുള്ള ചെറിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാക്സിമം അവിടെയൊക്കെ വലിയ രാജാവും മഹാരാജാവ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിരുന്നതാണ്. അതുപോലൊരു സ്ട്രക്ചറാണ് ഇവരിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു 5 or 6 സ്റ്റേറ്റുകളിലുള്ള മെജോറിറ്റി മാത്രം കൊണ്ട് നിങ്ങൾക്കൊരു സുൽത്താനായി വാഴാനും ബാക്കിയുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ മുഴുവൻ ടാക്സേഷൻ്റെ പുറത്തൊരു ഹോൾഡ്, പണം എന്ത് കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. ഇനി ഈ പണം എങ്ങനെ കൊടുക്കുമെന്നുള്ളത്, അത് എങ്ങനെയൊക്കെ ചിലവാക്കണമെന്നുള്ളതിനെ പറ്റിയും നിങ്ങളൊരു തീരുമാനം എടുക്കും. അതായത് ഒരു കോർപ്പറേഷൻ പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയൊക്കെ ആയിരിക്കണം ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് അവർ ഉദ്ദേശമാക്കുന്നത്. വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് അത് ആ രീതിയിലേക്ക് പോവുകയാണ്.
ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഒരുപാട് ന്യായീകരണങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു വോട്ടല്ലേ, അപ്പോൾ പിന്നെ അവരുടെ എല്ലാ ഉത്തർപ്രദേശിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കണ്ടേ എന്നുള്ളതാണ്. അതെ, അത് കേൾക്കണമായിരുന്നു, അത് കേൾക്കണം, അത് ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ യു പിയിലെ ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ ബീഹാറിലെ ഗ്രാമങ്ങളിലുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നുള്ള അവരുടെ അഭിപ്രായം അവരെയും ഭരണത്തിൽ പങ്കാളികളാക്കണം, തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള ഏത് സ്ഥലത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ അധികാര ഘടനയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുക. വളരെ ലോജിക്കലായിട്ട് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ആരെ സ്വാധീനിക്കാനാണ് സാധ്യത കൂടുതൽ? ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയാണോ, ഒരു MLA ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് കൗൺസിലറിനെയാണോ, MLA ആണോ, നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രതിനിധിയാണോ, ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണോ? നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കണം, അല്ല നിങ്ങൾ മോഹൻലാലാണെന്ന് വിചാരിക്കരുത്. ഏറ്റവും ഒരു സാധാരണ ഒരു കേരളീയ പൗരനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആരെയായിരിക്കും സ്വാധീനിക്കാൻ എളുപ്പം? ഇനി അതും വിടൂ, ഒരു MLA സ്വാധീനിക്കാനാണോ MP സ്വാധീനിക്കാനാണോ എളുപ്പം? MP എന്ന് പറയുന്ന ഒരു 10 ലക്ഷം ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ MLA ഒരു 1.5-2 ലക്ഷം ആളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആരെ സ്വാധീനിക്കാനായിരിക്കും എളുപ്പം? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തിനാണ് ഞാൻ സ്വാധീനിക്കുന്നതെന്ന്. സ്വാധീനിക്കുക, അതിനെയല്ലേ ജനാധിപത്യം നമ്മൾ പറയുന്നത്. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയെ കാണുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള റോഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനപ്രതിനിധിയെ കണ്ട് അയാളോട് സംസാരിക്കുന്നു, അയാളെ കൊണ്ട് ആ പരിപാടി ചെയ്യിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആരെയായിരിക്കും സ്വാധീനിക്കാൻ സൗകര്യം? നിങ്ങളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളുകളെയാണ് സ്വാധീനിക്കാൻ സൗകര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ വലിയ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വോയിസ്, അവരുടെ ശബ്ദം കൂടുതൽ കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് അധികാര വികേന്ദ്രീകരണമാണ്. ആ വികേന്ദ്രീകരണത്തിന് നേരെ വിപരീതമായ ദിശയിലുള്ള ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ 10 വർഷം ഈ GST പോലെയുള്ള ഈ സെൻട്രലൈസിങ് ടെൻഡൻസിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികേന്ദ്രീകരണത്തിന് വളരെ ദൂരത്തിലുള്ള ഒരു കാര്യം ചെയ്ത ശേഷം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നാമത് പാർലമെൻറ്റിനകത്തു നിന്നാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. കാരണം നിയമസഭയ്ക്കകത്തു നിന്ന് തീരുമാനം എടുക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം നിയമസഭയിൽ നിന്നൊരു കാര്യം പാസ്സാക്കി, കേരളത്തിലെ 140 MLA കൂടെ ഒരുമിച്ച് നിന്നൊരു കാര്യം പാസ്സാക്കി. പക്ഷെ പദ്ധതിക്കുള്ള ഫണ്ട് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ അവരങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റണം. അപ്പം നിങ്ങളുടെ ജനപ്രതിനിധികൾക്ക്, നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ജനപ്രതിനിധികൾക്ക് അതിനകത്ത് യാതൊരു വോയിസും ഇല്ലാതാവുകയാണ്. നിങ്ങളുടെ ജനാധിപത്യത്തിനുള്ള പവർ മാറിയത്. ഇത് ഓൾറെഡി ഉള്ള കാര്യമാണ്. അപ്പോഴാണ് ഇനി ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെയും കൂടെ മുകളിലേക്ക് ഇനി ഡീലിമിറ്റേഷൻ കൂടെ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങളുടെ MP നിങ്ങൾ സ്വാധീനിച്ചാൽ നിങ്ങൾക്കൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ആ നോർത്ത് ഇന്ത്യയിലുള്ള MPമാരെ മാത്രം വെച്ച് അവർക്ക് ഈ കഥ കംപ്ലീറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇത് വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സുൽത്താനേറ്റ് ഭരണമായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയത്തിനും ഇതിന് എതിരെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എല്ലാ സംസ്ഥാനങ്ങളിലും സീരിയസ് ആയ പ്രശ്നം ഇതിൻ്റെ പുറത്ത് അടുത്ത 10 വർഷത്തിനകത്ത് ഉണ്ടാകും, ഒരു ഡീലിമിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ. ഇവിടെ ഞാനൊരു കാര്യം കടമെടുക്കുകയാണ്, ഒരു സംഭവം, അതും രതീൻ റോയുടെ ആ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ ഞാൻ കേട്ടാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ സ്ട്രക്ചർ നോക്കണം. സൗത്ത് ഇന്ത്യയുടെ TFR റേറ്റ് കുറവാണ്, അതായത് ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്. 2നേക്കാളും ഒരുപാട് താഴെ, 1.8 എങ്ങാണ്ടാണ്. അത് സൗത്ത് ഇന്ത്യയുടെ മൊത്തം ആവറേജ് അങ്ങനെയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയെക്കാളും ഒരുപാട് മുകളിലാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ വരുന്ന സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, സമ്പത്ത് മുഴുവൻ ഇവിടുന്ന്, ഉപയോഗം മുഴുവനും അവിടുന്ന്, തീരുമാനം മുഴുവൻ അവിടുന്നും, ഈ കെഞ്ചലും കേടലും എല്ലാം ഇവിടുന്ന്, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തും. എത്ര കാലം ഇതൊരു രാജ്യമായി ഇരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരു രാജ്യമായി ഒട്ടും താമസമില്ല, ഒരു 10 വർഷത്തിനുള്ളിൽ ഡീലിമിറ്റേഷൻ വരികയാണ്, തീരുമാനങ്ങൾ അവിടെ നിന്നാണ് എടുത്തു തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇന്ത്യ രണ്ടായി മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് രതീൻ റോയുടെ ആ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതിൻ്റെ എന്നെ ഏറ്റവും കൗതുകപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഈ സാഹചര്യം, അതായത് കൂടുതൽ സമ്പന്നമായ പ്രദേശങ്ങളിൽ ജനസംഖ്യ കുറവും, കുറവ് സമ്പന്നമായ പ്രദേശങ്ങളിൽ ജനസംഖ്യ കൂടുതലും. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനസംഖ്യ കുറവുള്ള സ്ഥലമാണ് ദരിദ്രമായ സ്ഥലം, കൂടുതലുള്ള സ്ഥലം കൂടുതലാണ്. യൂറോപ്പ് നോക്കിയാലും ഏത് രാജ്യം നോക്കിയാലും അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ റിവേഴ്സാണ്. ഈ സാഹചര്യം ഉണ്ടായിരുന്നത് ലോകത്തെ 2 രാജ്യങ്ങളേ ഉള്ളൂ, USSR, യൂഗോസ്ലാവിയ. അപ്പം തന്നെ മനസ്സിലാവും എങ്ങോട്ടാണ് ഈ സ്ട്രക്ചറിൻ്റെ പോക്കെന്ന്. അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ
സെൻട്രൽ ഗവൺമെൻറ്, ഒരു യൂണിയൻ ഗവൺമെൻറ് നിന്ന് താഴേക്കിടയിലുള്ള ബാക്കിയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ അങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഒരു കാലത്തും ഒരു നല്ല അവസ്ഥയിലേക്കായിരിക്കില്ല പോകുന്നത്. ഡീലിമിറ്റേഷൻ സീരിയസ് ആയൊരു പ്രശ്നമാണ്. ഇതിലെ ആ യുക്തിയുടെ രാഹിത്യം, അതായത് കൂടുതൽ എം പിമാരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തോ നിങ്ങളുടെ കാര്യം കൂടുതലായി കേൾക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു യുക്തിരാഹിത്യം ഒന്ന്. രണ്ടാമത് BJP ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ എന്തോ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന വളരെ പൊള്ളയായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആർഗ്യുമെൻറ്റ്. കാരണം അവർ ഭരിക്കുന്ന ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളുണ്ട്, നമുക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും എന്താണ് ആ സംസ്ഥാനങ്ങളിലേക്ക് അവസ്ഥ എന്നുള്ളത്. ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള റീജിയണൽ പൊളിറ്റിക്സും ഇവിടെയുള്ള ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും ഇതെല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ് നോർത്ത് ഇന്ത്യ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ആ രാഷ്ട്രീയം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജയിക്കുമെന്ന് വിചാരിക്കുന്നവർക്കും ഡീലിമിറ്റേഷൻ പോലെയുള്ള ഒരു സംഭവം വന്ന് അവരുടെ കയ്യിലേക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കും വളരെ മോശപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക്, വളരെ മോശപ്പെട്ട അവസ്ഥ കാണേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡീലിമിറ്റേഷനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ യൂണിയൻ ഗവൺമെൻറ് എത്ര മോശപ്പെട്ട രാഷ്ട്രീയ കാഴ്ചപ്പാടാണെങ്കിലും അവർക്ക് ഈ സത്യം, ഈ സാഹചര്യം പിടികിട്ടി ഈ ഡീലിമിറ്റേഷനിൽ പിന്നോട്ട് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് വരുമെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ത്യ രണ്ടായി മുറിയാനുള്ള സാധ്യതയുണ്ട്. ഡീലിമിറ്റേഷൻ മുമ്പോട്ട് ഒരു 10 വർഷത്തേക്ക് മുമ്പോട്ട് പോവുകയും ഇതേ രീതിയിലുള്ള സുൽത്താനേറ്റ് ഭരണം അവിടെ നിന്ന് കാഴ്ചവെക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.